കാതുകളിൽ കേട്ടിടറായി ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടറായി ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടറായി. യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. കാഹളം കാതുകളിൽ കേട്ടിടറായി ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടറായി ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടറായി. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ബെൻ തോമസ് ജോൺ മീനള. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. സഭയായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഈ കർത്തൃദിവസത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ചില ആത്മീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതിലേക്ക് 18-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സാം നമ്പർ 18 വേഴ്സസ് 1 and 2. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തെ വളരെ സംക്ഷിപ്തമായി എന്നാൽ ആഴത്തിൽ വിവരിക്കുന്ന മനോഹരമായ വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. 18-ാം സങ്കീർത്തനം ദാവീദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ്. അതിൻ്റെ തലക്കെട്ടിൽ നാം ഇങ്ങനെ കാണുന്നു: യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. ദാവീദിൻ്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിസന്ധികൾ ഉണ്ടായി, ശൗൽ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന്. എന്നാൽ ആ സമയത്തൊക്കെയും ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. അതിൻ്റെ ഫലമായി ദൈവം അവിടെ നിന്നെല്ലാം ദാവീദിന് അത്ഭുതകരമായ വിടുതൽ നൽകി. അതിന് നന്ദി സൂചകമായി ദൈവത്തിൽ നിന്നും ദാവീദ് അനുഭവിച്ച വിടുതലിന് നന്ദി സൂചകമായി ദാവീദ് രചിച്ച സങ്കീർത്തനമാണിത്. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നത് ദൈവം നമ്മെയും വിടുവിച്ചു എന്നുള്ളതാണ്. ഒരു കാലത്ത് പിശാച് എന്ന ശത്രുവിൻ്റെ പോരാട്ടത്തിൽ കിടന്നിരുന്നവരായിരുന്നു നാം. പാപത്തിന് അടിമകളായി കിടന്നിരുന്നവരായിരുന്നു നാം. എന്നാൽ അവിടെ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി. അതുകൊണ്ട് ഈ ദാവീദിനെ പോലെ ദൈവത്തിന് എത്രയധികം നാം സ്തോത്രം ചെയ്യേണ്ടവരാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നാം പാപത്തിൻ്റെ അടിമകളായിരുന്നു. നാം പിശാച് എന്ന ശത്രുവിൻ്റെ കീഴിൽ കിടന്നിരുന്നവരായിരുന്നു. എന്നാൽ ദൈവം അവിടെ നിന്ന് നമ്മെ വിടുവിച്ചു. അതിനുവേണ്ടി ദൈവം ചെയ്ത കാര്യം നമുക്കറിയാം. തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് അയച്ചു. ഗോൽഗോത്ത എന്ന മലയിൽ യാഗമായി തീർന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി നമ്മുടെ പാപം മുഴുവൻ ഏറ്റെടുത്ത് യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആരാധന ദൈവം അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. 18-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ച, ചിന്തിപ്പിച്ച, ആകർഷിച്ച വാചകമാണിത്. ദാവീദിൻ്റെ തൂലികയിൽ നിന്നും അടർന്നു വീണത്: എൻ്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്. മുമ്പേ നാം ഓർത്തതുപോലെ
ദൈവം തൻ്റെ സ്വന്തം പുത്രനെ യേശുക്രിസ്തുവിനെ നൽകിയാണ് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത്. എന്താണ് അതിൻ്റെ കാരണം? നാം ഉൾപ്പെടുന്ന മനുഷ്യവർഗം പാപികളായിരുന്നു. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, റോമർ 3:23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ എല്ലാവരും എന്നുള്ളതിൽ നാമും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ പാപിയായിരുന്ന എന്നെയും നിങ്ങളെയും പരിശുദ്ധനായ ദൈവം വിടുതൽ നൽകുവാൻ കാരണം എന്താണ്? അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം മാത്രമാണ്. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ വചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇരമ്യാ പ്രവചനം 31 അധ്യായം 3 വാക്യത്തിൽ ദൈവസ്നേഹം അത് നിത്യസ്നേഹമാണ് എന്ന് കാണുന്നു. ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും തീരാത്ത സ്നേഹം. യോഹന്നാൻ 3:16 വരുമ്പോൾ ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എഫേസ്യ ലേഖനം 2 അധ്യായത്തിൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. 1 യോഹന്നാൻ 3:1 വരുമ്പോഴും കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ നിത്യസ്നേഹം, അത്രയ്ക്കുള്ള സ്നേഹം, മഹാസ്നേഹം, വലിയ സ്നേഹം നൽകിയാണ് സ്നേഹിച്ചത്. ആ സ്നേഹം മൂലമാണ് നാം മുമ്പേ ഓർത്തതുപോലെ നാം വീണ്ടെടുക്കപ്പെട്ടവരായി തീർന്നത്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മെ സ്നേഹിച്ച ദൈവത്തിന് നാം തിരിച്ചു കൊടുക്കുമ്പോൾ, ആരാധന എന്ന് പറയുന്നത് നാം ദൈവത്തിന് അർപ്പിക്കുന്നതാണല്ലോ, നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ എന്താണ് കൊടുക്കാനായിട്ടുള്ളത്? മഹത്വവും ബഹുമാനവും പുകഴ്ചയും എല്ലാം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്നേഹം കൂടെ ദൈവത്തിന് വേണ്ടി കൊടുക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയട്ടെ. അങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ആരാധന മധ്യേ നമുക്ക് സംസാരിക്കുവാൻ ഒരവസരം കിട്ടിയാൽ പരസ്യമായിട്ട് തന്നെ അത് പറയാം, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, നമ്മളുടെ വ്യക്തിപരമായ ആരാധനയിലും സഭയായിട്ടുള്ള ആരാധനയിലും എത്ര നാളായി ആത്മാർത്ഥമായിട്ട് ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഗോഡ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എത്രയോ നാളുകളായി കാണും, അല്ലേ? പലപ്പോഴും നാം ദൈവത്തിൻ്റെ മഹത്വത്തെ ധ്യാനിക്കാറുണ്ട്, ഓർക്കാറുണ്ട്. അതൊക്കെ ചെയ്യണം, അതിനൊക്കെ നന്ദി പറയണം, അതിനൊക്കെ സ്തുതി കരയറ്റണം. എന്നാൽ അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ദൈവത്തോടുള്ള സ്നേഹം അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത്. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഗോഡ് ഐ ലവ് യു എന്ന് പറയാനിടയായി തീർന്നാൽ അത് ആരാധനയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിത്തീരും. പാട്ടുകാരൻ ഇങ്ങനെ പാടിയല്ലോ, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകില്ല. നമ്മുടെ സ്നേഹം നമ്മെ വീണ്ടെടുത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന് മാത്രം അർപ്പിക്കാം. 2 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം ആരാധിക്കപ്പെടുവാൻ ഉള്ള അനേകമായ യോഗ്യതകൾ, 8 യോഗ്യതകൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് ആ ഓരോ പ്രത്യേകതയ്ക്കും മുമ്പിൽ ദാവീദ് എൻ്റെ 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 എന്നുള്ള പദം ആവർത്തിച്ച് പ്രയോഗിക്കുന്നുണ്ട്. എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും. അപ്പോൾ 1 വാക്യത്തിൽ ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നു, യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ആ കാര്യം പറയുന്നത്. കാരണം ദാവീദിന് ദൈവത്തെക്കുറിച്ച് കേവലം കേട്ടറിവ് മാത്രമല്ല ഉള്ളത്, തൻ്റെ അനുഭവത്തിൽ ദൈവം ആരാണ് എന്ന് പലപ്പോഴും ദാവീദിന് അനുഭവിച്ചറിയാനിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ധൈര്യത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പരമാർത്ഥ ഹൃദയത്തോടെ പറയാനായിട്ട് ദാവീദിന് ഇടയാകുന്നത്. അതും നാം ആരാധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം ആരാണെന്നുള്ളതിനോടൊപ്പം തന്നെ ദൈവം എനിക്കാരാണ്, ഹൂ ഈസ് ദിസ് ഗോഡ് ടു മീ, അത് നാം വളരെയധികം ചിന്തിക്കേണ്ടതാണ്. അത് ധ്യാനിക്കുമ്പോഴാണ് കൂടുതൽ ആത്മാർത്ഥമായി ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തെ നാം ധ്യാനിക്കുമ്പോൾ ഈ ദൈവം എനിക്കാരാണ്, എനിക്ക് ഈ ദൈവം എന്ത് ചെയ്തു, ഞാൻ ഈ ദൈവത്തിന് ആരാണ്, ആ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. 2 വാക്യത്തിൽ 8 കാര്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. വിശദീകരിക്കാൻ ആവശ്യമില്ല. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ഈ വാക്കുകളൊക്കെ തന്നെ വിടുതലിനെയും സംരക്ഷണത്തെയും സുരക്ഷിതത്വത്തെയും
ഒക്കെ കാണിക്കുന്നതാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, നമ്മളുടെ വിടുതലിൻ്റെ, പാപത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ കാരണഭൂതനായി ദൈവമക്കളായിരിക്കുമ്പോൾ നമുക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ നൽകി നമ്മെ മുന്നോട്ട് നയിക്കുന്നവനായി ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത് പലപ്പോഴും നമുക്ക് അനുഭവിച്ചറിയാനും ഇടയായി തീർന്നിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ ദൈവം എനിക്ക് ചെയ്ത നന്മകളെ ഓർത്ത്, ഈ ദൈവം എനിക്കാരാണ് എന്നോർത്ത് ധ്യാനിച്ച് ഈ ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയാം. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകിയ വിടുതലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.